ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഏറ്റിരുന്നല്ലോ CPM-ന്. കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് മുഖ്യമന്ത്രിയും. തുടർ പരാജയങ്ങൾക്ക് പിന്നിൽ ഭരണവീഴ്ചകളും മുഖ്യമന്ത്രിയോടുള്ള അതൃപ്തിയുമെന്ന് CPM-ലെ പിണറായി വിരുദ്ധർ ഉറക്കെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി വരുന്നു. ക്ഷേമ പെൻഷൻ വിതരണത്തിലെ വീഴ്ചകളും തദ്ദേശ തലത്തിലെ ജനക്ഷേമ പദ്ധതികൾ പാളിയതും ജനവികാരം എതിരാക്കിയെന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയാണ് അവർ നടത്തുന്നത്. പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന രൂക്ഷ വിമർശനങ്ങളെക്കുറിച്ച് മനോജ് പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്ന് തന്നെ ആരംഭിക്കേണ്ടി വരും. ഇനി പിണറായി വിരുദ്ധ ചേരി ഇപ്പോൾ വളരെ ശക്തമായി തന്നെ ഇത്തരം കാര്യങ്ങളിൽ വിമർശനം ഉന്നയിക്കുകയാണല്ലേ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം തൊട്ടാണ് CPM-ൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിടി അയഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ബലപ്പെട്ടു വന്നിരുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ CPM തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റേണ്ടതുണ്ട്, മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ശൈലി മാറ്റം ആവശ്യമാണ്. പ്രത്യേകിച്ച് ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടൽ സർക്കാർ നടത്തുന്നില്ല. തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. തദ്ദേശ മേഖലകളിലടക്കം സർക്കാരിൻ്റെ ഇടപെടലുകൾ കാര്യക്ഷമമല്ല എന്ന രീതിയിലുള്ള ആത്മപരിശോധനയിലേക്കൊക്കെ CPM പോയിരുന്നു. എന്നാൽ അതിനുശേഷവും നടന്നിട്ടുള്ള ഇപ്പോൾ നേരത്തെ നിയമസഭാ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പുകൾ വന്ന സമയത്ത് പോലും കാര്യമായൊരു നേട്ടം CPM-ന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചേലക്കര നിലനിർത്തിയെന്നതിനപ്പുറത്തേക്ക് ഒരു നേട്ടത്തിലേക്ക് സർക്കാരിന് പോകാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് പ്രചരണ രംഗങ്ങളിൽ പോലും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തെ പറ്റിയുള്ള ചർച്ചകൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് ചേലക്കരയിൽ മാത്രമാണ് അദ്ദേഹം കൂടുതൽ കേന്ദ്രീകരിച്ചത്, അല്ലെങ്കിൽ ജയസാധ്യത ആകെയുള്ളൊരു സീറ്റിൽ മാത്രമാണ് മുഖ്യമന്ത്രി ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കാര്യമായൊരു നേതൃത്വം അദ്ദേഹം ആ ഉപതെരഞ്ഞെടുപ്പിൽ നൽകുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇപ്പോൾ ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം കൂടി വരുന്നതോടുകൂടി പാർട്ടിയിലെ പിണറായി വിരുദ്ധർ അവർ ഒന്നിക്കുകയാണ് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് കാലമായി CPM-ന് ഒരു നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രിക്ക് കാര്യക്ഷമമായി കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് സജീവമാണ്, അത് താഴെ തട്ട് മുതലുണ്ട്. അതിന് കാരണം ഒന്ന് ഭരണത്തിലെ വീഴ്ചകളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ക്ഷേമ പെൻഷൻ കാര്യക്ഷമമായി വിതരണം ചെയ്യാൻ കഴിയാത്തത്, അതുപോലെ ലൈഫ് പോലെയുള്ള ജനക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിലുണ്ടാകുന്ന പാളിച്ചകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്ന വിവിധ ജനക്ഷേമ പദ്ധതികളും ആരോഗ്യ പദ്ധതികളും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ രീതിയിൽ ഉപയോഗപ്പെടേണ്ട പാലിയേറ്റീവ് കെയർ പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിലൊന്നും കൃത്യമായി പണം അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകളൊക്കെ ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതെല്ലാം പ്രാദേശിക തലത്തിലടക്കം മുഖ്യമന്ത്രിക്കെതിരെ വലിയ അതൃപ്തി ഉണ്ടാക്കി എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പമാണ് ഈ നവകേരള സദസ്സ് പോലെയുള്ള പ്രചരണ ദൂത്തുകൾ നടത്തിയ സമയത്ത്, പ്രത്യേകിച്ച് ഈ ക്ഷേമ പെൻഷനുകളും ഈ ലൈഫ് പദ്ധതിയിലേക്കും ഒക്കെയുള്ള വലിയ പാളിച്ചകൾ നിലനിൽക്കുന്ന സമയത്തായിരുന്നു അത്തരം പരിപാടികൾ മുഖ്യമന്ത്രി നടത്തിയത്. ഇത് ജനവികാരം എതിരാക്കി എന്നുള്ളതാണ് ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. വരും തെരഞ്ഞെടുപ്പുകളിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യമായൊരു നേട്ടമുണ്ടാക്കാൻ CPM-നോ സർക്കാരിനോ കഴിയില്ല എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വിമത സ്വരങ്ങൾ ഉയർന്നു കഴിഞ്ഞു, അത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിന്റെ ഏറ്റവും പ്രത്യേകത. കഴിഞ്ഞ ലോക്കൽ സമ്മേളനങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഒക്കെ ശൈലികൾക്കെതിരെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആരോപണങ്ങളിൽ കൃത്യമായ വിശദീകരണം നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു. അതോടൊപ്പം തന്നെയാണ് സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണിക്കാണിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ വന്നു, ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ എണ്ണിക്കാണിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ വന്നു. അപ്പോൾ ഇതിന്റെ തുടർച്ചയായി പാർട്ടിയിൽ പിണറായി വിരുദ്ധർ കൂടുതൽ ശക്തിയാകാൻ, ഒരു ശക്തി പ്രാപിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുകയാണ്. അപ്പോൾ ഈ സമ്മേളന കാലയളവ് കഴിയുമ്പോഴേക്കും എന്താണ് CPM-ലെ പുതിയൊരു ശാക്തിക ശേരി എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. ആരായിരിക്കും പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് എത്തുക എന്നൊക്കെയുള്ളൊരു ചോദ്യം, സംശയവും ഒക്കെ നിലനിൽക്കുന്നു. കാരണം മുഖ്യമന്ത്രിക്ക് പകരമാര് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് പിണറായി വിജയൻ നേതൃത്വത്തിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കൾ CPM-ലുണ്ട്. പക്ഷേ അവരെ പോലും കുഴപ്പിക്കുന്ന ഒരു ചോദ്യം പിണറായി വിജയൻ പോയാൽ മറ്റാരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കളുണ്ടെങ്കിലും അവർക്ക് ഒരു ജനകീയ മുഖമില്ല എന്നുള്ളൊരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലാണ് CPM ഉള്ളത്. എന്തായാലും ഈ സമ്മേളന കാലയളവ് കഴിയുന്നതോടുകൂടി ഒരു കൃത്യമായ ഉത്തരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്ഥിതി വ്യത്യസ്തമല്ല.